നമ്മൾ ഫ്രോസൺ സ്നാക്സ് ഒക്കെ വെക്കുമ്പോൾ മൈക്രോവേവിൽ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് എയർ ഫ്രയറിൽ വെക്കുമ്പോഴാണ്. ഞാൻ ഇത്രയും നാൾ മൈക്രോവേവിൽ വെച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയ നല്ല ടേസ്റ്റിൻ്റെ. കാരണം പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട്, ഇതിപ്പോൾ കേരയുടെ നല്ല വലിയ പഴംപൊരിയുടെ ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. അവരുടെ നല്ല ടേസ്റ്റുള്ള പഴംപൊരി കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ നല്ല നാട്ടിൽ നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന പോലത്തെ പഴംപൊരിയാണ്. അപ്പോൾ അതൊന്ന് എയർ ഫ്രയറിൽ വെക്കുകയാണ്. നമ്മൾ മൈക്രോവേവിൽ വെക്കുന്നതിനൊക്കെ കൂടുതൽ ടൈം എടുക്കുവേ, പക്ഷേ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. ഇത് വെജിറ്റബിൾ സമൂസയാണ്, കേരയുടെ തന്നെയാണ്. ഇത് കാര്യം കണ്ടാൽ കുഞ്ഞിനാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട കുഞ്ഞൊരു പാക്ക് പോലെയുണ്ട്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് നമ്മൾ ഇതിനകത്തൊരു ബട്ടർ ഷീറ്റ് ഇല്ലേ, നമ്മുടെ ഒരു ബട്ടർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഇച്ചിരി എളുപ്പമാവുമല്ലോ. എന്നിട്ടാണ് എയർ ഫ്രയറിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെക്കുന്നത് എയർ ഫ്രൈ എന്നുള്ള ഓപ്ഷനിലോട്ടാട്ടോ ഇടുന്നത്. എന്നിട്ട് ഒരു 7 മിനിറ്റ്സ് ആദ്യം വെച്ചതിന് ശേഷം വീണ്ടും ഒരു ഒന്ന് മറിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സോടെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടുവേ. എയർ ഫ്രയറിലേക്ക് മാറ്റി നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴംപൊരിയും പപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചായക്കടയിലെ പഴംപൊരി പോലെ ഇരിക്കില്ലേ എന്നൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട്. ഞാൻ പിന്നെ 10 മിനിറ്റ്സ് ആയിട്ട് വെച്ചോളൂ മൊത്തം. കാരണം ടെമ്പറേച്ചർ ഇച്ചിരി കൂട്ടിയിട്ടായിരുന്നു തോണേ. അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ട് 10 മിനിറ്റ്സ് വെച്ചോളൂ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള പഴംപൊരി വന്നിട്ടുണ്ട്. നല്ല വലിയ പഴംപൊരി ആട്ടോ ഈ പാക്കറ്റിൽ വന്നേക്കുന്നത്. കേരള മറ്റേ പഴംപൊരി നല്ലതായിരുന്നു, പക്ഷേ ഇത് എനിക്ക് ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റൊക്കെ തോന്നിയത്. അതിങ്ങനെ ചെയ്തിട്ടാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇനി ഇങ്ങനെ ചെയ്യാത്തവരിങ്ങനെ ട്രൈ ചെയ്തേക്കണം കേട്ടോ. പപ്സ് ആയാലും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെജിറ്റബിൾ പപ്സാണേ.